അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഖസ്ബ്, കയ്യേറ്റം എന്ന പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഒരു കപ്പൽ നങ്കൂരമിട്ടിരുന്നു. അതിൻ്റെ കയർ ഒരാൾ കഴിച്ചിട്ടാൽ, അങ്ങനെ ആ കപ്പൽ തോണി മുങ്ങിയാൽ അതിന് നഷ്ടം കൊടുക്കേണ്ടി വരുമോ, ഉത്തരവാദിയാകുമോ? ഒന്നാമത്തത് അതാണ്. ഒരു മൃഗത്തിൻ്റെ കയറ് കഴിച്ചിട്ടാൽ എന്തായിരിക്കും ഹുക്മ്? ഒരു പക്ഷിക്കൂട് തുറന്നിട്ടാൽ എന്തായിരിക്കും ഹുക്മ്? ഉത്തരവാദിയാകുന്ന സന്ദർഭങ്ങളുണ്ട്, അല്ലാത്തതുമുണ്ട്. കാരണം ഇതൊന്നൊരു ബുദ്ധിയില്ലാത്ത സാധനങ്ങളാണല്ലോ കപ്പലും മൃഗങ്ങളൊക്കെ. അതേസമയത്ത് ഒരു അടിമനെയാണ് കെട്ടയച്ചു വിട്ടതെങ്കിൽ, അങ്ങനെ അടിമ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ ഉത്തരവാദിയാവില്ല. അടിമ വ്യവസ്ഥയില്ല ഒരു വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇല്ല. ഒരടിമനെ ഒരാൾ അടിച്ചു, മറ്റൊരാളുടെ അടിമയെ ഒരാൾ നന്നായിട്ട് പ്രഹരിച്ചു, ആക്രമിച്ചു, അയാൾ ഓടിപ്പോയാൽ ഉത്തരവാദിയാകുമോ? ഉത്തരവാദിയാവില്ല. മറ്റൊരു കാര്യങ്ങൾ പറയുന്നത്, ഖസ്ബ് ചെയ്ത വസ്തു തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കൽ? അത് ആ സാധനം അയാളുടെ അടുത്ത് എത്തിക്കുക. ഇനി അയാളെ മുന്നിൽ വെച്ചാലും മതി, കയ്യിൽ കൊടുക്കണമെന്നൊന്നും ഇല്ല. ആരുടേതാണ് എന്ന് തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടായാലും, ഒരാൾ കട്ടതാണ്, കളവ് നോക്കലിപ്പോൾ അഡ്രസ്സും വിലാസവും നോക്കിയിട്ടൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഖാദിക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് നിയമം. ഖാദി ഇപ്പോഴും പ്രസക്തമാണല്ലോ, ഖാദിമാരിപ്പോഴും ഉണ്ട്. ആ ഖാദിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു പ്രധാനപ്പെട്ട മസലയും കൂടെ പറയുന്നു. ഞാനൊരു സ്ഥലത്തു നിന്ന് കുറച്ച് അരി കട്ടുകൊണ്ടുവന്നു, എൻ്റെ വീട്ടിലെ അരിയുമായി കൂട്ടിക്കലർത്തി. എന്താ സ്ഥിതി? അല്ലെങ്കിൽ കുറേ നോട്ട് കട്ടുകൊണ്ടുവന്നു, എൻ്റെ പേഴ്സ് കിട്ടു, എൻ്റെ നോട്ടും ആ നോട്ടും തിരിച്ചറിയാത്ത വിധത്തിൽ വന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കത് തീരെ എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം അതിനുണ്ടാവില്ല. നിങ്ങളെ സ്വത്ത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യണം? പകരം മറ്റേ ആൾക്ക് പൈസ കൊടുക്കുകയാണ് വേണ്ടത്. അതുവരെ നിങ്ങളെന്ത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ പൈസയുമായി കൂട്ടിക്കലർത്തിയത് കൊണ്ട് ഒരു പകരം പൈസ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഏതാണെന്ന് അയാളത് തിരിച്ചറിയില്ലല്ലോ, പിന്നെ അതെന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെ പൈസയുമായി കൂടിക്കലർന്നത് കൊണ്ട് ഇനി ആ പൈസ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പകരം പൈസ എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് നിയമം. ലോ ഹല്ല റിബാത്ത സഫീനത്തിൻ, ഒരാൾ ഒരു കപ്പലിൻ്റെ കയർ അഴിച്ചിട്ടാൽ, ഒരു കപ്പലിൻ്റെ കയർ അഴിച്ചു, ഹല്ല റിബാത്ത് കയർ, ഫഗരിഖത്ത്, അങ്ങനെ ആ കപ്പൽ മുങ്ങി, ബി സബബിഹി, അഴിച്ചിട്ടത് കാരണത്താൽ, ലമിനഹ, ആ കപ്പലിന് അവൻ ഉത്തരവാദിയാകും. അതിൻ്റെ വില കൊടുക്കണം എന്നർത്ഥം. ഔ ബി ഹാദിസ് ലീഹിൻ, അഴിച്ചിട്ടത് കൊണ്ടല്ല മുങ്ങിയത്, ഒരു കാറ്റ് ഉണ്ടായത് കാരണത്താലാണെങ്കിലോ? അഴിച്ചിട്ടോട്ട് മുങ്ങിയിട്ടൊന്നുമില്ല, എല്ലാ കപ്പലൊന്നും അഴിച്ചിട്ടാൽ മുങ്ങൂലല്ലോ. പിന്നീട് എന്ത് ചെയ്തു? കാറ്റടിച്ചത് കാരണമാണ് മുങ്ങിയതെങ്കിൽ ഫല, ഉത്തരവാദിയാകുന്നതും അല്ല.
വക്കത അതുപോലെ തന്നെ ഇല്ലം യദ്ഹർ സബബൻ, ഒരു കാരണവും വ്യക്തമല്ലെങ്കിലും ഉത്തരവാദിയാകും. എന്തുകൊണ്ടാണ് മുങ്ങിയത് എന്ന് കാരണം വ്യക്തമല്ലെങ്കിലും കപ്പലിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അടുത്തത് വലവ് ഹല്ല വസാക്ക ബഹീമത്തിൻ, ഒരു മൃഗത്തിൻ്റെ കയറ് ഒരാൾ അഴിച്ചു വിട്ടു. ഈ കപ്പലൊക്കെ ബന്ധിപ്പിക്കുന്നതിന് റിബാത്ത് എന്നാണ് പറയാം. ഈ മൃഗത്തിൻ്റെ ഒക്കെ കയറിന് വസാക്ക് എന്നാണ് പറയാം. ബന്ധിച്ചത് വസൂക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. നമ്മൾ ഒരു മൃഗത്തിനൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വിശ്വസ്തതയും ഉറപ്പും കിട്ടുമല്ലോ. വസാക്കാൻ ഉറപ്പ് എന്നാണ്, അതിൽ നിന്ന് പോകുന്നതാണ് വസാക്ക്. ഔ അബദിൻ ലായി മൈജിസു, അല്ലെങ്കിൽ വകതിരിവാകാത്ത ഒരടിമയുടെ ബന്ധനം ഒരാൾ അഴിച്ചാൽ ഹല്ല. ഹല്ല പറഞ്ഞാൽ ഹലാലാക്കി എന്നർത്ഥമുണ്ട്. ഹലാലായി എന്നൊക്കെ അനുവദനീയമായി എന്നർത്ഥമുണ്ട്. ഇവിടെ പൈക്കുക എന്നർത്ഥം. ഔ ഫതഹ ഖഫസൻ, അല്ലെങ്കിൽ ഒരു കൂട് തുറന്നിട്ടു. അൻ ത്വയ്രിൻ, ഒരു പക്ഷി. ഇവിടെ ഫതഹ അൻ ത്വയ്രിൻ എന്ന വാക്കിനർത്ഥം ഒരു പക്ഷിയെ തുറന്നിട്ടു എന്നാണ്. അൻ എന്ന വാക്കുണ്ടായിരുന്നു, പക്ഷിയെ തൊട്ട് എന്നർത്ഥം വെക്കണ്ട. ഒരു പക്ഷിക്കൂട് പക്ഷിക്ക് വേണ്ടി തുറന്നിട്ടു. ഹറജു, അങ്ങനെ അവരെന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. ഈ 3 മസ്അലയിലും ലമീന ഉത്തരവാദിയാകും. എപ്പോൾ? ഇൻകാന, ആ പുറത്തു പോവലാണെങ്കിൽ, ബിത്തഹ്യീജിഹി വതംസീരിഹി, അതിനാട്ടിയത് കൊണ്ടും അകറ്റിയത് കൊണ്ടുമാണെങ്കിൽ. തഹ്യീജ്, ഹയ്യജ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു എന്നർത്ഥം. ഹയ്യജ, പ്രേരിപ്പിച്ചു. നഫറ, അതന്നെ ആട്ടി എന്നൊക്കെ അർത്ഥം. പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഏകദേശം അർത്ഥം തന്നെ. വക്കത അതുപോലെ തന്നെ ഉത്തരവാദിയാകും. ഇൻകാനുൽ ഇനിഖ്തസറ അലൽ ഫത്ഹി, അവൻ തുറക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാലും ഉത്തരവാദിയാകും. എപ്പോൾ? തുറന്നാൽ തന്നെ ഉത്തരവാദിയാകും. ഇഖ്തസറാനെ ചുരുക്കി. അപ്പോൾ തുറക്കുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്തു ചെയ്തിട്ടില്ല, അതിനെ ആറ്റുക എന്നുള്ളതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉത്തരവാദിയാകും. എപ്പോൾ? ഇൻകാനൽ ഖുറൂജ് ഹാലൻ, ആ പക്ഷി പുറത്തു പോയത്, ആ മൃഗം സ്ഥലം വിട്ടുപോയത് ആ സമയത്ത് തന്നെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, തുറന്നതുകൊണ്ടും അഴിച്ചിട്ടുകൊണ്ടാണ് അത് പോയത്. അതേ സമയത്ത് ലാ അബുദൻ എന്ന് പറഞ്ഞാൽ ലാ യദ്മനു അബുദൻ ആഖിരൻ, ബുദ്ധിമാനിയായ ഒരടിമയെ യജമാനൻ കെട്ടിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ കെട്ടയച്ച് വിട്ടാൽ ഉത്തരവാദിയാവൂല അടിമനെ. ഹല്ല ഖൈദഹു, അയാൾ എന്ത് ചെയ്തു? ആ അടിമൻ്റെ കയറ് കെട്ടിട്ടു. അപ്പോൾ 3 പദം അവിടെ കയറിനെടുത്തത്. റിബാത്ത്, വസാക്ക്, ഖൈദ്. അതിൻ്റെ കയറ് അഴിച്ചിട്ടു. ഫ അബക്ക, അങ്ങനെ അത് ഒളിച്ചോടിപ്പോയാൽ, ഓലോ മൊയ്ത്താദല്ലിബാക്കി, ഒളിച്ചോടൽ പതിവാണെങ്കിൽ പോലും ഉത്തരവാദിയാവില്ല. മൊയ്ത്താദാന പതിവാക്കി എന്നാണല്ലോ. വലോ ലറബ ലാലിമുൻ അബുദ ഗൈരിഹി, ഒരക്രമി അന്യൊരാളുടെ അടിമയെ അടിക്കുകയും ഫ അബക്ക, ഒളിച്ചോടുകയും ചെയ്താൽ ലമ്യസ്മൻ ഉത്തരവാദിയാവില്ല. വയബ്രഉൽ ഗാസിബു ബിറദ്ദിൽ ഐനി ഇലൽ മാലിക്, ഗസ്ബ് ചെയ്ത വ്യക്തി വസ്തു അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുത്താൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകും. എബ്രഉ എന്ന് പറഞ്ഞാൽ എബ്രഉ, ഒഴിവാകും. ലാലിമുൻ, ഒരക്രമി, ബിറദ്ദിൽ ഐനി, വസ്തു തിരിച്ചു കൊടുത്താൽ ഇലൽ മാലിക്, ഉടമസ്ഥന്. എന്നാൽ വേക്കിഫി വലഉഹ ഇന്ദഹു, അത് അവൻ്റെ അടുത്ത് വെച്ച് കൊടുത്താലും മതിയാകും. വലഅ, വെച്ചു. വലവ് നസിയഹു, ഇനി ഉടമസ്ഥനെ മറന്നുപോയാൽ, നസിയ യൻസ, ബരി, അവൻ ഉത്തരവാദി ഒഴിവാകും. ബരി അയബ്രവും, അവനെന്ത് ചെയ്യും? ബറ എന്നൊക്കെ പറഞ്ഞാൽ രോഗത്തും സുഖപ്പെട്ടു എന്നർത്ഥമുണ്ട്. ബരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി. ബറാഅത്തും മിനല്ലാഹ്, ബറാഅത്തും മിനന്നാർ, നരകമോചനം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ആർക്ക് കൊടുക്കുക? ബിർ റദ്ദിൽ അൽ ഖാദി, ഖാദിക്ക് കൊടുക്കൽ കൊണ്ട് ഒഴിവാകും. ഖാദിക്ക് തിരിച്ചേൽപ്പിച്ചാൽ ഒഴിവാകും.
ഇനി സ്വന്തം സ്വത്തുമായി ഖസ്ബ് ചെയ്ത വസ്തു കൂടിക്കലരുന്ന മസലയാണ്. വലോ ഖലത മിസ്ലിയൻ, ഒരു അളവ് തൂക്കം കൊണ്ട് കണക്കാക്കപ്പെടുന്ന ഒരു വസ്തു കൂട്ടിക്കലർത്തി, ഔ മുത്തഖബ്ബൻ, അല്ലെങ്കിൽ വില കണക്കാക്കപ്പെടുന്ന ഒരു വസ്തുവിനെ കൂട്ടിക്കലർത്തിയാൽ, ബിമാല യത്തമയ്യസു, വകതിരിക്കാൻ സാധിക്കാത്ത മറ്റൊരു വസ്തുവുമായി, തമയ്യത്താണ് വേർതിരിയാത്ത വേറിട്ട് കിട്ടാത്തൊരു വസ്തുവുമായി കൂട്ടിക്കലർത്തിയാൽ, കദുഹുനിൻ, എണ്ണ പോലെ, ഹബ്ബിൻ, അല്ലെങ്കിൽ ധാന്യം പോലെ, ഒക്കദാ ദിർഹമുൻ അലൽ ഔജഹ്, പോലെ തന്നെ നാണയം, ബിജിൻസിഹി, അതേ വർഗവുമായി കൂട്ടിക്കലർത്തിയാൽ, ബിജിൻസിഹി എന്നുള്ളതിന് മുത്താലിക്ക് ഖലത്താണ് കൂട്ടിക്കലർത്തി എന്നാണ്, അതേ വർഗവുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുവുമായിട്ടോ കൂട്ടിക്കലർത്തിയാൽ, തഅദ്ദറത്തംയീസു, വേർതിരിക്കൽ ബുദ്ധിമുട്ടാവുകയും ചെയ്താൽ, സ്വാറ ഹാലിക്കൻ, ആ സാധനം നശിച്ചതായി തീർന്നു. ലാ മുസ്തറക്കൻ, അത് പങ്ക് സ്വത്തല്ലാവുക, അത് കൂട്ടു സ്വത്താവില്ല. ആ സാധനം നശിച്ചു എന്ന രീതിയിലാണ് ഇതിന് കൂട്ടുക. അത് മൊത്തം അവൻ്റെതായി നടത്താം. ലാ മുസ്തറക്കൻ, അത് കൂട്ടു സ്വത്തല്ല. കൂട്ടു സ്വത്താവുമ്പോൾ പിന്നെ കൈകാര്യം ചെയ്യാൻ തീരെ പറ്റൂലല്ലോ, ഓഹരി വെക്കേണ്ടി വരുമല്ലോ. അങ്ങനത്തെ കൂട്ടുമുതൽ അല്ല അത്. ആയതിനാൽ ഫാമിലിക്കുൽ ഹാസിബ്, അത് മൊത്തം വസ്ബ് ചെയ്തവൻ ഉടമസ്ഥതയിലാക്കും, ഉടമസ്ഥൻ അതിനുടമയാക്കും. അൽ ഹാസിബ് ഹസ്ബ് ചെയ്തവൻ. ലാക്കിൻ പക്ഷേ ലൗജഹു, പ്രബലമായ പ്രായം, അന്നഹു മഹ്ജൂറുൻ അലൈഹി, അവൻ തടയപ്പെട്ടവനാണ്. ഫി തസ്റുഫി ഫീഹി, അതിൽ കൈകാര്യം ചെയ്യുന്നത് തടയപ്പെട്ടവൻ. അത് സ്വത്ത് അവൻ്റെ തന്നെയാണ്, ശരി, കൈകാര്യം ചെയ്യാൻ പറ്റില്ല. മഹ്ജൂറുൻ അലൈഹി, അവൻ തടയപ്പെട്ടവനാണ്. ഫി തസ്റുഫി, അതിൽ കൈകാര്യം ചെയ്യുന്നത് തടയപ്പെട്ടിട്ടുണ്ട്. ഏതുവരെ? ഹത്താ യുഅ്തിയ ബദലുഹു, പകരം ഉടമസ്ഥന് നൽകുന്നത് വരെ. ഇതാണ് മസ്അല. ഇനി മാർഗമുണ്ട്, അതിൽ നിന്ന് ആ ഭാഗം മാറ്റി വെച്ചാൽ കൈകാര്യം ചെയ്യാം. ഇപ്പോൾ 100 രൂപയും 100 രൂപയുമാണ്. എൻ്റെ കയ്യിലുള്ള 1000-ഉം കട്ടെടുത്തുകൊണ്ടെന്ന് 1000 തമ്മിലാണ് കൂടിക്കലർന്നെങ്കിൽ 1000 അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, എന്നാൽ കൈകാര്യം ചെയ്യാം. അല്ലാതെ കൈകാര്യം ചെയ്യാൻ മാറ്റി വെച്ചായിട്ട് കൊടുക്കാൻ തീരുമാനിക്കണം, എന്നാൽ പറ്റും. ഇനിയിപ്പോൾ എൻ്റെ ആടും നിങ്ങളുടെ ആടും തമ്മിലാണ് കൂടിക്കലർന്നതെങ്കിൽ ഏതാണ് എന്ന് വേർതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗവേഷണം ചെയ്യണം എന്നൊരു നിയമം ഉണ്ട്. ഇനി ഹിബത്തിൻ്റെ പാഠമാണ് സംഭാവന. സംഭാവന എന്ന് പറയുമ്പോൾ പലതും ഉണ്ടല്ലോ, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ഇതൊക്കെ വസ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടാകും. അതൊക്കെ വേറെ വേറെ തന്നെ നമ്മൾ ഓരോ മസല വരുമ്പോൾ അതിൻ്റെ ഹുക്കം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഭൂമി കയ്യേറ്റം, റോഡ് കയ്യേറ്റം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കളവ് ചെയ്യുക, കക്കുക, അതൊക്കെ ഹസ്ബൻ്റെ ഭാഗം തന്നെയാണ്. അതിനൊക്കെ വേറെ ഹുക്കുമുണ്ട്. അതിൻ്റെ ശിക്ഷ എത്രയാണ്, കൈ മുറിക്കുക, അങ്ങനത്തെ ഹുക്കുമൊക്കെ ഇതിനും വരും. ഏതായാലും ഹറാമായ സ്വത്ത് നമ്മളെ കയ്യിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വത്തിന് നജസായി. പിന്നെ ശുദ്ധീകരിക്കുന്നത് വരെ നമ്മുടെ ശരീരം അഴുക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹലാലായ സമ്പാദ്യമായിരിക്കുക. ആരാൻ്റെത് നമ്മളെന്ത് ചെയ്യുക? നമ്മളെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.